അപ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8237 DMA കൺട്രോളറാണ്. നമുക്കറിയാം ഡി എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ട് നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ ചെയ്യുന്ന വർക്ക്, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് റൈറ്റൊക്കെ എന്ത് ചെയ്യുക? DMA ഒരു സർക്യൂട്ട് വേറെ ചെയ്യുക. മൈക്രോ പ്രോസസ്സർ ബസ്സിൻ്റെ അതിൻ്റെ കൺട്രോൾ സിഗ്നൽസൊക്കെ ആർക്ക് DMAക്ക് വിട്ടു കൊടുത്തിട്ട് പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത് DMA ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിന് കുറേ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അവർക്ക് വേറെ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് റൈറ്റ് മെമ്മറിയൊക്കെ ഈ DMA ചെയ്യുമ്പോൾ മൈക്രോ പ്രോസസ്സറിന് ആ ടൈം വേറെ പ്രോസസ്സിങ് നടത്താൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത അതിൻ്റെ ഇൻറ്റൽ 8237 DMA കൺട്രോളറാണ്. അപ്പോൾ ഇൻറ്റൽ 8237 പറഞ്ഞാൽ 4 ചാനൽ പ്രോഗ്രാമർ DMA കൺട്രോളർ ഹൗസ്ഡ് ഇൻ 40 പിൻ പാക്കേജിലാണ് വരുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഫങ്ഷണൽ 8237 പിൻഡയറും ഒക്കെ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ 3.3 ബ്ലോക്ക് ഡയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ IO/R IOW പിന്നെ MER MEMW മാർക്ക് റെഡി HLDA ADSTB അഡ്രസ് സ്റ്റോപ്പ് പിന്നെ EN HRQ CS CLK റീസെറ്റ് DACQ2 DACQ എന്ന് പറയുമ്പോൾ DMA അക്നോളേജ് അതാണ് പറയുന്നത്. പിന്നെ DRQ പറയുമ്പോൾ DMA റിക്വസ്റ്റ് ഗ്രൗണ്ട് പിന്നെ A1 to A0 ECC D0 to D4 പിന്നെ DMA അക്നോളേജ് പിന്നെ D3 അത്രയാണ് അതിൽ പിൻസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പിൻസ് തന്നെയാണ്. ബാക്കിയുള്ളതിലൊക്കെ വരുന്ന പിൻസ് തന്നെയാണ് ഇപ്പോൾ ഇതിലും പറയണത്. അതിൽ DMA ചാനൽ പറയുമ്പോൾ 8237 പ്രൊവൈഡ് 4 ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 4 ഡിഫറെൻറ്റ് ചാനൽസ് ആകുമ്പോൾ CH0 മുതൽ CH3 വരെ അത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി ആയിട്ട് ഓരോ ചാനലും ടോട്ടൽ ഇപ്പോൾ 214 ബൈറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി മൈക്രോ പ്രോസസ്സർ ഇൻ്റർവെൻഷൻ ഇല്ലാതെ. ഈച്ച് ചാനൽ ക്യാൻ ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ടോട്ടൽ ഓഫ് 214 ബൈറ്റ്സ് ഓഫ് ഡാറ്റ. ഓരോ ചാനലും 216 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുമ്പോൾ DMA അഡ്രസ് രജിസ്റ്റർ എന്ന് പറയാം. അത് ഹോൾഡ് അഡ്രസ് ടു ബി ഹൗസ്ഡ് ഓഫ് ദി നെക്സ്റ്റ് DMA. അപ്പോൾ DMA അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, അതിൽ ഹോൾഡ് ചെയ്യുക. അടുത്ത DMAയുടെ അഡ്രസ്സ് അവിടെ ഹോൾഡ് ചെയ്യും. പിന്നെ അതർ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ടെർമിനൽ കൗണ്ട് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ ഇപ്പോൾ 2 രജിസ്റ്റർ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഈച്ച് ചാനലിൽ 2 രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുമ്പോൾ DMA അഡ്രസ് രജിസ്റ്റർ അത് അടുത്ത അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അതർ രജിസ്റ്റർ ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ ആണ്. അതിൽ ഹോൾഡ് ചെയ്യുക ദ ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ മെമ്മറി ആൻഡ് പെരിഫറലിൻ്റെ മെമ്മറിയുടെ എത്ര നമ്പർ ഓഫ് ഡാറ്റ ബൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെ ഹോൾഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 2 സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ഓഫ് ദി ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ പറയുമ്പോൾ സെറ്റ് ടു ഇൻഡിക്കേറ്റ് ഓപ്പറേഷൻ ആർ പെർഫോംഡ് ഓൺ ദി ഡിവൈസ്. രണ്ടും ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യും. റീഡ് റൈറ്റ് വെരിഫൈ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അവിടെ ഓപ്പറേഷൻസ് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇപ്പോൾ എന്തൊക്കെ കാണിക്കും? ഡാറ്റാ ബസ് ബഫർ D7 to D0 ഡാറ്റാ ബസ് ബഫറാണ്. പിന്നെ റീഡ് റൈറ്റ് ലോജിക് IO/FR ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡ്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് W. പിന്നെ ക്ലോക്ക് സിഗ്നൽ റീസെറ്റ് A3 to A0 അതൊക്കെയാണ് റീഡ് റൈറ്റ് ലോജിക്ക്. പിന്നെ അടുത്ത് വരുന്നത് കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്റർ. അത് A7 to A4 റെഡി HLDA ഹോൾഡ് അക്നോളേജ് പിന്നെ HRQ അതേപോലെ MEMR മെമ്മറി റീഡ് മെമ്മറി റൈറ്റ് AEN അഡ്രസ് എനേബിൾ പിന്നെ ആഡ് STB മാർക്ക് TC. അതേപോലെ ഇപ്പോഴത്തെ 4 ചാനൽ പറഞ്ഞ CH0 CH1 CH2 ആൻഡ് CH3 അതിനൊക്കെ എന്ത് വരുന്നുണ്ട്? എല്ലാവരും സെപ്പറേറ്റ് ചെയ്തിട്ട് DMA റിക്വസ്റ്റും DMA അക്നോളേജും വരുന്നുണ്ട്. DMA റിക്വസ്റ്റ് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ DMA ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. നമുക്ക് ആക്സസ് ചെയ്യാൻ ചെയ്യുക അതാണ് ഇങ്ങോട്ട് ഇൻപുട്ടായിട്ട്. പിന്നെ DMA അക്നോളജി പറയുമ്പോൾ നമ്മൾ തിരിച്ച് മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് അക്നോളജി കൊടുക്കണം. അതാണ് ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു പ്രയോറിറ്റി റിസോൾവർ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അവിടെ ഇൻറ്റേർണൽ ബസ് മുഖേനയാണ് മറ്റേതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക. ഡാറ്റാ ബസ് ബഫറും റൈറ്റ് ലോജിക്കൊക്കെ കണക്ട് ചെയ്യുക. പിന്നെ അത് ഇപ്പോൾ ഈ CH0 എന്നുള്ളതൊക്കെ എല്ലാവരും പ്രയോറിറ്റി റിസോൾവർ വെച്ചിട്ട് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ബസ്സും പ്രയോറിറ്റി റിസോൾവർ കൂടെ കണക്ട് വരുന്നുണ്ട് അവിടെ. ഇതിൽ ബിറ്റ് 15 ആൻഡ് ബിറ്റ് 40 എന്ന് പറഞ്ഞ് അത് രണ്ടും ബിറ്റ് 14ഉം ബിറ്റ് 15 എന്ന് പറയുമ്പോൾ
രണ്ടും 0 ആണെങ്കിൽ DMA സൈക്കിളായിരിക്കും വെരിഫൈ ചെയ്യുക. പിന്നെ 0 1 ആണെങ്കിൽ റൈറ്റ് DMA സൈക്കിളായിരിക്കും. 1 0 ആണെങ്കിൽ DMA സൈക്കിൾ. രണ്ടും 1 ആണെങ്കിൽ ഇലീഗൽ ഓപ്പറേഷൻ ആയിരിക്കും. DMA ഓപ്പറേഷൻ ഏതാണെന്നാണ് പറയുന്നത്. ഈ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കോസ് ചെയ്യുക? ഡാറ്റ ടു ബി ട്രാൻസ്ഫേർഡ് മെമ്മറി ടു ദി പെരിഫറൽ. ഇതിൽ റീഡ് ഓപ്പറേഷൻ പറയുമ്പോൾ ഡാറ്റ മെമ്മറിയിൽ നിന്ന് പെരിഫറലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ റൈറ്റ് ഓപ്പറേഷൻ പറയുമ്പോൾ ഈസ് ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ ഫ്രം പെരിഫറൽ ടു മെമ്മറി. പെരിഫറലിന് മെമ്മറിക്ക് കൊടുക്കാനാണ് ഇവിടുത്തെ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ റീഡ് പറയുമ്പോൾ മെമ്മറി ടു പെരിഫറൽ, റൈറ്റ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ ടു മെമ്മറിയാണ്. ഇതിൽ വെരിഫൈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് വെരിഫൈ ഓപ്പറേഷൻ റീഡും റൈറ്റും ഒന്നും ടൺ ചെയ്യുന്നില്ല. എന്താ വരുന്നത്? 8237 ഇൻ ദി BDMA വെരിഫൈ മോഡ് ഇറ്റ് വിൽ റെസ്പോണ്ട് ഇൻ ദി സെയിം വേ ആസ് എന്താണ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ പോലെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ എക്സെപ്ഷൻ കേസ് എന്താണെന്ന് വെച്ചാൽ അവിടെ മെമ്മറി റൈറ്റോ മെമ്മറി റീഡോ ഒന്നല്ല അവിടെ നടക്കുന്നത്. അത് ഡാറ്റ ട്രാൻസ്ഫർ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് വെരിഫൈ ചെയ്യുക, അതവിടെ നടക്കുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. അല്ല അതവിടെ റീഡ് റൈറ്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നില്ല. പിന്നെ 8237 എന്ത് ചെയ്ത് ഗെയിൻ ചെയ്ത് കൺട്രോൾ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അക്നോളജ് സെൻഡ് ചെയ്യും. വിൽ അക്നോളജ് സിഗ്നൽ ടു എനാബിൾ ആൻഡ് ഇന്റേണൽ ആക്സസ് ഓഫ് ഈച്ച് ബൈറ്റ്സ് ഓഫ് ഡാറ്റ ബ്ലോക്സ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് സം വെരിഫിക്കേഷൻ പ്രൊസീജിയർ. അപ്പോൾ ഒരു അക്നോളജ് സെൻഡ് ചെയ്യും. ഞങ്ങളാണിപ്പോൾ അത് ആസ് ചെയ്തിട്ടുണ്ട്, ഇനി അതപ്പോൾ പ്രോസസ്സ് നടത്തണം എന്നുള്ള ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ അവിടെ നടത്തും. The verify cycle may be used to by the peripheral device to check the validity of data that has been transferred. അപ്പോൾ വെരിഫൈ സൈക്കിളാണ് നമ്മളിപ്പോൾ പെരിഫറൽ എന്തിനാ യൂസ് ചെയ്യുക? യൂസ്ഡ് ബൈ ദി പെരിഫറൽ ഡിവൈസ് ടു അതിൻ്റെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഈ വെരിഫൈ സൈക്കിളിലായിരിക്കും. പിന്നെ വരുന്നതാണ് ഓപ്പറേഷൻ ഓഫ് ദി 8237. നമ്മളിപ്പോൾ DMA ട്രാൻസ്ഫർ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ 8237 പറയുമ്പോൾ ഷുഡ് ഇനീഷ്യലൈസ്ഡ് ബൈ റൈറ്റിംഗ് കൺട്രോൾ വേർഡ്സ് ഇൻ ടു വേരിയസ് കൺട്രോൾ രജിസ്റ്റേഴ്സ്. അപ്പോൾ DMA ട്രാൻസ്ഫർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 8237 എന്താ ചെയ്യുന്നത്? ഇനീഷ്യലൈസ് ചെയ്യും. റൈറ്റിംഗ് കൺട്രോൾ വേർഡിന് ഒരു വേറെയൊക്കെ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യും ആദ്യം. അപ്പോൾ നമ്മൾ ഇത് ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് റൈറ്റ് എ കൺട്രോൾ വേർഡ് ഇൻ ദി മോഡ് രജിസ്റ്റർ ദാറ്റ് സെലക്ട് ദി ചാനൽ ആൻഡ് സ്പെസിഫൈഡ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ. ആദ്യം നമ്മൾ ആ മോഡ് സെലക്ട് ചാനൽ ഉണ്ടല്ലോ, അതിൽ റൈറ്റ് എ കൺട്രോൾ വേർഡ് മോഡ് രജിസ്റ്ററിൽ കൊടുത്തത് ആ ചാനൽ ഏതാണെന്ന് വെച്ചാൽ CH0, CH1, CH2, CH3 പറഞ്ഞ ചാനലുണ്ട്. അതിലെന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക. ആൻഡ് സ്പെസിഫൈ എന്നിട്ട് അത് ഏത് ടൈപ്പാണെന്ന് നോക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ DMA മോഡ് ഏതാണ്, അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കണം. രണ്ടാമത്തെ പറയുന്നത് റൈറ്റ് കൺട്രോൾ വേർഡിന് കമൻറ്റ് രജിസ്റ്ററിൽ കൊടുക്കുക. ആദ്യം നമ്മൾ കൊടുത്തത് മോഡ് രജിസ്റ്ററിൽ, പിന്നെ കമൻറ്റ് രജിസ്റ്ററിൽ അത് സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ പ്രയോറിറ്റി, ആ 4 ചാനൽസിൻ്റെ അതിൻ്റെ ഇടയിലുള്ള പ്രയോറിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? DRQ ആൻഡ് DACK ആക്റ്റീവ്, അതിൻ്റെ ആക്റ്റീവ് ലെവൽ ലോ ഓർ ഹൈ ആണ്, അത് വെച്ച് നോക്കുക. DACQ ആക്റ്റീവ് ആവുക ലോയിലാണ്, അതായത് DMA അക്നോളജ് ആൻഡ് ടൈമിംഗ് ആൻഡ് എനേബിൾ ദി 8237. അപ്പോൾ DRQ DACQ ഒക്കെ ആക്റ്റീവായി എനേബിൾ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക? അതിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കുക. പിന്നെ മൂന്നാമത്തെ പറയുന്നത് റൈറ്റ് ഇൻ ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി ഡാറ്റ ബ്ലോക്ക് ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ദി ചാനൽ അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഡാറ്റ ബ്ലോക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവൻ്റെ കുറച്ച് ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഏതാണെന്നുള്ളത് അത് ചാനൽ അഡ്രസ് രജിസ്റ്ററിൽ റൈറ്റ് ചെയ്യുക. പിന്നെ നാലാമത്തെ റൈറ്റ് കൗണ്ട് ഇൻ ദി ചാനൽ കൗണ്ട് രജിസ്റ്റർ. അതിൻ്റെ കൗണ്ട് ചാനൽ കൗണ്ട് രജിസ്റ്ററിൽ അതിനെ കൗണ്ട് എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യിക്കണം. ഇത്രയാണ് അതിൻ്റെ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് നോക്കണം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തതാണ് DMA എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പെരിഫറലിന് സിസ്റ്റം മെമ്മറിക്കായിരിക്കും. അത് DMA കൺട്രോളിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുണ്ട്. മൈക്രോ പ്രോസസർ ഇല്ലാതെ നമ്മൾ ഈ DMA എല്ലാ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. ആ DMA കൺട്രോൾ നടത്തുമ്പോൾ അത് 2 മോഡായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്ലേവ് മോഡും ഉണ്ട്, മാസ്റ്റർ മോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ ആർ ബീയിങ് പുട്ട് ഇൻ ഓർ ടേക്കൺ ഇൻ ടു 8237 8237 ഈസ് എ സ്ലേവ് മോഡാണ്. ജസ്റ്റ് ലൈക്ക് സ്ലേവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ സിസ്റ്റമായോ ഇൻ്റർഫേസ് പോലെയാണ് ഇപ്പോൾ സ്ലേവ് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ സ്ലേവ് ആണ് എന്ത് ചെയ്യുക? ആസ് എ സ്ലേവ് റിസീവ്സ് 16-bit അഡ്രസ് വിത്ത് 12 MSB ഓഫ് ദിസ് അഡ്രസ് determining whether or not chip is selected and for LSB being used for internal addressing വേരിയസ്. ഇപ്പോൾ നമ്മൾ സ്ലേവ് മോഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലേവ് എന്ത് ചെയ്യും? 16-bit അഡ്രസ്സ് റിസീവ് ചെയ്യും. അതിൽ 12 MSB 12 മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും അതിൻ്റെ അഡ്രസ്സ് ഡിറ്റർമൈൻ ചെയ്യും. അതേപോലെ ഏത് ചിപ്പാണ് സെലക്ട് ചെയ്യുക നോക്കുക. 4 LSB ആണ് വരുന്നത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ഇൻറ്റേർണൽ അഡ്രസ്സിങ്ങിന് വേണ്ടി അത്രയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, വെൻ ബോത്ത് HRQ ആൻഡ് CSR ലോ, അതായത് ഹോൾഡ് റിക്വസ്റ്റും CS അവിടെ ലോ ആയിരിക്കും. അപ്പോൾ 8237 ബിക്കം എ സ്ലേവ് വിത്ത് ലോ ആൻഡ് IO/EBA എന്താണ് റീഡ് ബീയിൻ്റെ ഇൻപുട്ട് കൺട്രോൾ പിൻസ്. അപ്പോൾ അത് സ്ലേവ് മോഡാണെങ്കിൽ HRQ CS ലോ, അതേപോലെ ലോ ഇതിലാണ് ബിക്കം സ്ലേവ് മോഡിൽ ലോ ആയിരിക്കും ഏത് IO റീഡ്, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡും അവിടെ ലോ ആയിരിക്കും. അത് ആക്റ്റീവ് ആവുക ലോയിലാണ്. അപ്പോൾ CPU എന്ത് ചെയ്യും, CPU ക്യാൻ റീഡ് ഫ്രം റൈറ്റ് ടു ദി ഇൻറ്റേർണൽ രജിസ്റ്റർ ഓഫ് ദി കൺട്രോൾ ബൈ ആക്ടിവേറ്റിംഗ് IO റീഡ് ഓർ IO റൈറ്റ്. അപ്പോൾ CPU അവിടെ റീഡ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ രജിസ്റ്ററിനെ ഒന്നുകിൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റും. അത് ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ലോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ലോ ആകുമ്പോഴാണ് അവിടെ CPU റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, AENനെ എനേബിൾ ചെയ്യും. അഡ്രസ് എനേബിൾ, അത് ആക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ കൺട്രോൾ ഈസ് മാസ്റ്റർ ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് അഡ്രസ് ഔട്ട്പുട്ടിങ് ആൻഡ് അഡ്രസ്സ്, പിന്നെ അത് ആക്റ്റീവ്. പിന്നെ AEN ഇപ്പോൾ അതുവരെ എന്നെ ഡിസേബിൾ ചെയ്യുന്നത്, അത് ആക്റ്റീവ് ആവും. പിന്നെ അത് എന്തായി, കൺട്രോൾ മാസ്റ്റർ, ഇപ്പോൾ ഇതുവരെ സ്ലേവിലായിരുന്നു, അത് മാസ്റ്ററിലേക്ക് ആകുമ്പോൾ അത് എനേബിൾ ചെയ്യും. ഔട്ട്പുട്ട് ചെയ്യാൻ അഡ്രസ്സ് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ വൈഡ് സിസ്റ്റം ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് കൺട്രോൾ രജിസ്റ്റർ. ആ കൺട്രോൾ രജിസ്റ്ററായിട്ട് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലേവ് മോഡ് ഇനീഷ്യലൈസേഷനൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ ഇതിൻ്റെ സ്ലേവ് മോഡിൻ്റെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 8237 എന്തായി, മാസ്റ്റർ മോഡിലായി. എന്നിട്ട് കീപ് ചെക്കിങ് DMA. എന്നിട്ട് ഇപ്പോൾ DMA റിക്വസ്റ്റിന് അത് ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ചെക്ക് ചെയ്യും DMA റിക്വസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡിവൈസ് റിക്വയറിങ് DMA സർവീസ് ആഫ്റ്റർ ദി മൈക്രോ പ്രോസസർ ആസ് ഇനീഷ്യലൈസ്ഡ് ടു റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ക്യാൻ പ്ലേസ് ഇറ്റ് റിക്വസ്റ്റ് ആസ് വൺ ഓഫ് ദി 4 DRQ ലൈൻസ് വിച്ച് ഈസ് അസൈൻഡ്. അപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസറൊക്കെ ഇനീഷ്യലൈസ് ചെയ്ത് റീഡ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടി ഇനീഷ്യലൈസ് ചെയ്ത് എന്നിട്ട് നോക്കുകയാണ് എന്താണ്, ഓക്കെ നമുക്ക് റിക്വസ്റ്റ് ഏതെങ്കിലും DMA റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടുത്തെ DRQ റിക്വസ്റ്റ് ലൈൻസിൽ ഏതെങ്കിലും 4 ലൈൻസിൽ അസൈൻ ചെയ്യും. 4 DRQ ലൈൻസ് ഏതെങ്കിലും ലൈൻസിന് അതിലെന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പോൾ റൊട്ടേഷനിൽ നമുക്കിപ്പോൾ ആ റൊട്ടേഷൻ പ്രയോറിറ്റി മോഡില്ല. അപ്പോൾ DRQ 0 ഒക്കെ ആയിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. നമ്മളിവിടെ കാണിക്കുന്നുണ്ട് DRQ 0, DRQ 1, DRQ 3, DRQ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ അപ്പോൾ ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി വരിക, ഹയസ്റ്റ് പ്രയോറിറ്റി വരിക DRQ 0-നാണ്. പിന്നെ ലോവസ്റ്റ് വേണ്ടി DRQ 3-നാണ്. അപ്പോൾ റിക്വസ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. റിക്വസ്റ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ റൈസിങ് ദി റിക്വസ്റ്റ് ലൈൻ ഹൈ. റിക്വസ്റ്റ് ലൈനെ അവിടെ ഹൈ ആക്കും. നമുക്ക് റിക്വസ്റ്റ് ലൈൻ നേരത്തെ DRQനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈ ആവുമ്പോൾ അവിടെ എന്തായി, റിക്വസ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഹൈ ആവും ചെയ്യും. അത് ഹൈ ഏതുവരെ ഹോൾഡ് ചെയ്യും, അതിലൊരു അക്നോളേജ് DMA അക്നോളേജ് വരുന്ന വരെ അത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് DRQ പറയുമ്പോൾ റിസീവ് ചെയ്യാണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടെക്നോളജി കിട്ടി. അപ്പോൾ അതുവരെ ഹൈ ആയിരിക്കും. അപ്പോൾ പിന്നെ DRQ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ എനാബിൾ ചെയ്യും. DMA അക്നോളജ് അവിടെ ആവുമ്പോഴാണ് നമുക്കത് റിസീവ് ചെയ്തേണ്ടത്. റിക്വസ്റ്റ് പോയിട്ട് നമുക്കത് കിട്ടി കഴിഞ്ഞാലാണ് DMA അക്നോളജി അവിടെ സെൻഡ് ആവുള്ളൂ. അപ്പോൾ DRQ എന്ത് ചെയ്യും, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ അവിടെ എനാബിൾ ചെയ്യും. അപ്പോൾ കൺട്രോൾ ലോജിക്ക് സെറ്റ്സ് HRQ, അതായത് ഹോൾഡ് റിക്വസ്റ്റിന് ഹൈ ആയിരിക്കും. അടുത്ത സൈക്കിളിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും, റിലിംഗ്വിഷ് ദി ബസ്സസ് ആൻഡ് സെൻസ് എ HLDA. അപ്പം റിക്വസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ പിന്നെ അടുത്ത സൈക്കിളിൽ ഇപ്പോൾ റിക്വസ്റ്റൊക്കെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും, മൈക്രോ പ്രോസസർ ബസ്സസിൻ്റെ കൺട്രോൾ DMA കണ്ട് വിട്ടുകൊടുക്കും. അപ്പോൾ DMA കിട്ടി കഴിഞ്ഞാൽ അവിടെ എന്തായി, കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് സിഗ്നൽ അത് സെൻഡ് ആവും. 8237 ഹോൾഡ് സിഗ്നൽ അവിടെ ഹോൾഡ് ടെക്നോളജി അവിടെ സെൻഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ 8237 മാസ്റ്ററിലാണെങ്കിൽ അതെന്താ സപ്ലൈ ചെയ്യേണ്ടത്, ബസ് അഡ്രസ്സിനെ സപ്ലൈ ചെയ്യും. അപ്പോൾ 8237 8 അഡ്രസ് ലൈൻസിലാണ് വരുന്നത്. പക്ഷേ എന്ത് വരുന്നത്, 16 അഡ്രസ് ലൈൻസ് ആണ് ടു അഡ്രസ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി 16 അഡ്രസ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ 8 ബിറ്റ്സ് ജനറേറ്റ്, ഇതിലിപ്പോൾ അഡീഷണൽ 8 ബിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഏതാണ് യൂസ് ചെയ്യുക, അഡ്രസ് സ്ട്രോബാണ്. ടു സ്ട്രോബ് ദി ഹയർ ഓർഡർ മെമ്മറി അഡ്രസ് ഫ്രം ദി ഡാറ്റാബേസിൽ നിന്ന് ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സിന്. അപ്പോൾ എന്തെങ്കിലും പൾസ് ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി അഡ്രസ് സ്ട്രോബ് ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് അഡ്രസ് സ്ട്രോബ് യൂസ് ചെയ്യുന്നത്. പിന്നെ 8237 മാസ്റ്ററിലാവുമ്പോൾ അത് ലോ ഓർഡർ ബൈറ്റും ഹൈ ഓർഡർ ബൈറ്റും ആയിട്ട് മാറ്റും. അപ്പോൾ ലോ ഓർഡർ ബൈറ്റ് A7 to A0 പിൻസിലും കൊണ്ടുവന്ന് വെക്കും. അതിൻ്റെ ഹൈ ഓർഡർ ബൈറ്റ്സ് ഏതിൽ വെക്കും, DB7 to DB0. എന്നിട്ട് ആ AEN അഡ്രസ് എനാബിളിനെ 1 ആക്കും. അപ്പോൾ ഇത് AEN 1 ആകുമ്പോൾ അവിടെ എന്തായി, ഔട്ട്പുട്ട് ഓഫ് ദി എക്സ്റ്റേണൽ അഡ്രസ്സ് അവിടെ അഡ്രസ് ലാച്ച് അവിടെ എനാബിൾ ചെയ്യും.
അപ്പോൾ അപ്പർ അഡ്രസ് ബൈറ്റ്സ് ടു ദി പുട്ട് എന്താണ് അപ്പർ അഡ്രസ് ബൈറ്റ്സ് A15 to A8 ലൈൻസിലാണ് അവിടെ പുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ AN സിഗ്നൽ ആക്റ്റീവായി കഴിഞ്ഞാൽ എന്തായി എ പൾസ് സെൻഡ് ഓവർ ദി അഡ്രസ് ഡ്രോപ്പ്. അപ്പോൾ ഒരു AN സിഗ്നൽ അവിടെ ആക്റ്റീവായി കഴിഞ്ഞാൽ അതിന് അഡ്രസ് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൾസ് സിഗ്നൽ അഡ്രസ് സ്ട്രോബിലൂടെ പൾസ് സിഗ്നലാണ് അവിടെ ജനറേറ്റ്. നമുക്കറിയാം സ്ട്രോബ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൾസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ പൾസ് എന്താണ്, ദീസ് പൾസ് ഈസ് യൂസ്ഡ് ടു stop bits 8 to 14 of the address into address latch connector A15 to A8 ലൈൻസ്. അപ്പോൾ A15 to A8 ലൈൻസിൽ കണക്ട് ചെയ്ത അഡ്രസ്, അപ്പോൾ അതിനെ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ പൾസ് അവിടെ യൂസ് ചെയ്യുന്നത്. 8 to 15 അവിടെ അഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ A8 to A15 ഇടയിലാണ് അത് യൂസ് ചെയ്യുക. പിന്നെ എൻ്റർ അഡ്രസ് ബസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ DMA കൺട്രോൾ എന്തായി, ലോ സിഗ്നൽ DMA കൺട്രോളർ സെൻസ് എ ലോ ഓൺ DACQ ടു ദി പെരിഫറൽ. DMA അക്നോളജ് സെൻഡ് ചെയ്യുക, ലോജിൻ്റെ പെരിഫറലിന് സെൻഡ് ചെയ്യുക. അപ്പോൾ ലോ ഓൺ ദി അക്നോളജ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇൻഫോം ചെയ്യും. പെരിഫറൽ ആ DMA ചാനലുമായിട്ട് കണക്ട് ചെയ്യും. ലോ ആകുമ്പോൾ എന്തായി, നമുക്ക് അക്നോളജ് അവിടെ കണക്ട് ചെയ്ത് പെരിഫറൽ DMA ചാനൽ കണക്ട് ചെയ്താലാണ് ആ ലോ എന്താണ് അവിടെ എന്താണ് ലോ ആവുക. അത് നമുക്കറിയാം DACQ ആക്റ്റീവ് ആവുന്നത് ലോയിലാണ്. അതുകൊണ്ടാണ് ലോ അവിടെ സെൻഡ് ആയാലും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ DMA കൺട്രോൾ പറയുമ്പോൾ മാസ്റ്റർ മോഡലാകുമ്പോൾ ഇറ്റ് മസ്റ്റ് ഔട്ട്പുട്ട് നെസറി റീഡ് റൈറ്റ് കൺട്രോൾ സിഗ്നൽ. അപ്പോൾ അതിൽ എന്ത് വേണം, DMA കൺട്രോൾ മാസ്റ്റർ ആണെങ്കിൽ അവിടെ കുറേ ഔട്ട്പുട്ട് നെസറി അതിൻ്റെ എന്താണ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, IO റീഡ്, IO റൈറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്. അപ്പോൾ ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ ഒരു ബൈറ്റ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത്, അപ്പോൾ ഒരു ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് രജിസ്റ്റർ എന്തായി, ആ ചാനലിൻ്റെ ഏത് ചാനലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് അത് DMA സൈക്കിൾ എൻഡ് ചെയ്യും. അപ്പോൾ ടെർമിനൽ കൗണ്ട് എന്തായി, DMA സൈക്കിൾ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അവിടെ എൻഡായി. അപ്പോൾ DMA സൈക്കിൾ അവിടെ എൻഡ് ആവും ചെയ്തു, ടെർമിനൽ കൗണ്ട് ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പോൾ DMA ഓപ്പറേഷൻ അപ്പോൾ മൊത്തത്തിൽ അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് TC ഔട്ട്മേഡ് ബേബി യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് മൈക്രോ പ്രോസസർ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് റിക്വസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ ടെർമിനൽ കൗണ്ട് എന്തായി, ഔട്ട്പുട്ട് യൂസ് ചെയ്യും, മൈക്രോ പ്രോസസർ ഇൻ്ററപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ അത് കംപ്ലീറ്റ് ആയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് DMA കൺട്രോളറിൻ്റെ പറയണത്.